എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും വണിക ജ്യോതിഷത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഗസ്റ്റ് 2 മുതൽ ആഗസ്റ്റ് 8 വരെയുള്ള ആഴ്ചയിലെ വാരഫലമാണിത്. ഇത് പരമ്പരാഗത രീതിയിലാണ് അപഗ്രഥിച്ചിരിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊതുവായി ഈ ആഴ്ചയിലുണ്ടാകുന്ന ഫലമാണ് ഇവിടെ പറയുന്നത്. വ്യക്തികളുടെ ജനനസമയ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് നക്ഷത്രഫലത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് നേരിട്ട് ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും. അശ്വതി നക്ഷത്രം. ഉദാത്തമായ വസ്തുക്കൾ കയ്യിൽ വന്നു ചേരും. ബന്ധുക്കളുമായി സമാഗമം പ്രതീക്ഷിക്കാം. മനോവിഷമമുണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. ചില കാര്യങ്ങളിൽ കാര്യതടസ്സം അനുഭവപ്പെടാം. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഉള്ളവർക്ക് അമിത ചെലവ് പ്രതീക്ഷിക്കാവുന്ന ആഴ്ചയാണ്. വ്യാഴാഴ്ച ഗുണദിനം. ഭരണി നക്ഷത്രം. ദൈവാധീനമുള്ളതുകൊണ്ട് പല കഷ്ടതകളും അകന്നു പോകും. ഉത്തമ വ്യക്തികളുമായി നല്ല സഹവാസത്തിനിടവരും. എതിരാളികൾ നിഷ്പ്രഭമാകും. ഗൃഹത്തിൽ സുഖകരമായ അന്തരീക്ഷം ഉണ്ടാകും. ശനിയാഴ്ച ഗുണകരമല്ല. കാർത്തിക നക്ഷത്രം. ഉന്നത വ്യക്തികളുമായി സഹവാസത്തിന് ഇടവരും. പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. പൊതുവേദികളിൽ അംഗീകാരം ലഭിക്കും. സമ്മാനങ്ങളോ പുതുവസ്തുക്കളോ എത്തിച്ചേരാൻ സാധ്യത. ശനിയാഴ്ച ഗുണദിനം. രോഹിണി നക്ഷത്രം. തീയുമായി അടുത്ത് ഇടപഴകുന്നവർ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഗൃഹത്തിൽ സമാധാനം കുറയുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. രോഗങ്ങൾ ഉള്ളവർക്ക് അത് കലശലാകും. ചൊവ്വാഴ്ച ഗുണദിനം. മകീരം നക്ഷത്രം. ഉദ്യോഗസ്ഥർക്ക് പൊതുവെ ഗുണകരമായ കാലമല്ല. ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉദരരോഗവും കരുതിയിരിക്കണം. വ്യാഴാഴ്ച ഗുണദിനം. തിരുവാതിര നക്ഷത്രം. വാക്കുകൾക്ക് പൊതുവെ അംഗീകാരം ലഭിക്കും. വാരത്തിൻ്റെ ആദ്യ ഭാഗം ഉദരരോഗങ്ങൾ കരുതിയിരിക്കണം. പ്രവർത്തികൾക്ക് തടസ്സം അനുഭവപ്പെട്ടേക്കാം. ശനിയാഴ്ച ഗുണകരമല്ല. പുണർദം നക്ഷത്രം. സ്ത്രീ സുഹൃത്തുക്കൾ മുഖാന്തരം ഗുണം വന്നുചേരും. ധനപരമായി മെച്ചം അനുഭവപ്പെട്ടേക്കാം. നേത്രരോഗങ്ങളെ കരുതിയിരിക്കണം. വ്യാഴം ഗുണദിനം. പൂയം നക്ഷത്രം. ജോലിയുള്ളവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം. വസ്തുക്കൾ കൈമോശം വരാനോ നഷ്ടപ്പെടാനോ സാധ്യത കാണുന്നു. കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായേക്കാം. അമിത ചിലവുകൾ ഈ വാരം പ്രതീക്ഷിക്കണം. രക്തദൂഷ്യ രോഗങ്ങളെ കരുതിയിരിക്കണം. ശനിയാഴ്ച ഗുണദിനം. ആയില്യം നക്ഷത്രം. വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കരുതിയിരിക്കണം. ബന്ധുക്കളുടെ സമാഗമത്തിന് കാരണമായേക്കാം. അമിത ചിലവുകൾ പ്രതീക്ഷിക്കണം. യാത്രകൾ മാറ്റിവെക്കാനോ യാത്രാമധ്യേ വഴിയിൽ കുടുങ്ങാനോ സാധ്യത കാണുന്നു. ഞായറാഴ്ച ഗുണദിനം അല്ല. മകം നക്ഷത്രം. പുതിയ അധികാരസ്ഥാനങ്ങൾ അലങ്കരിക്കാൻ ഇടവരും. മനസ്സിന് പ്രത്യേക സുഖം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. സമ്മാനങ്ങളോ പുതുവസ്തുക്കളോ കയ്യിൽ വന്നു ചേരും. പൊതുവേദികളിൽ ആദരിക്കപ്പെടാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും ചെറിയ വിഷമങ്ങൾ മനസ്സിനെ അലട്ടും. ധനപരമായി ഗുണകാലമാണ്. ചൊവ്വാഴ്ച അത്ര ഗുണകരമല്ല. പൂരം നക്ഷത്രം. സൽക്കാരങ്ങളിലോ വിരുന്നുകളിലോ പങ്കെടുക്കാൻ യോഗം. ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണം. ഉദരസംബന്ധമായ രോഗങ്ങളെ കരുതിയിരിക്കണം. യാത്രകൾക്കിടയിൽ തടസ്സം വന്നുപെട്ടേക്കാം. ധനപരമായി മെച്ചമാണ്. അംഗീകാരങ്ങൾ തേടിയെത്തിയേക്കാം. ശനിയാഴ്ച ഗുണദിനം. ഉത്രം നക്ഷത്രം. പുതിയ വസ്തുക്കൾ വാങ്ങാനോ
കൈവശം വന്നു ചേരാനോ സാധ്യത കാണുന്നു. പൊതുവെ മനസുഖം അനുഭവപ്പെടുന്ന കാലമാണ്. എതിരാളികൾ അടിയറവ് പറയും. വാരാന്ത്യത്തോടെ ഉദരരോഗങ്ങളെ കരുതിയിരിക്കണം. വ്യാഴം ഗുണകരമല്ല. അത്തം നക്ഷത്രം. പുതിയ ജോലിസ്ഥലത്ത് ആവേശകരമായ സ്വീകരണങ്ങളോ നല്ല പെരുമാറ്റങ്ങളോ പ്രതീക്ഷിക്കാം. വിരുന്നുകളിൽ പങ്കെടുക്കാൻ ഇടവരും. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. പുതുവസ്തുക്കൾ വാങ്ങാനോ വന്നു ചേരാനോ യോഗം കാണുന്നു. ശനിയാഴ്ച ഗുണകരമല്ല. ചിത്തിര നക്ഷത്രം. ഈ ആഴ്ച കഴിവതും യാത്രകൾ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. രോഗങ്ങളെ കൊണ്ട് ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കണം. പല പദ്ധതികളിലും പരാജയം ഉണ്ടായേക്കാം. വ്യാഴം ഗുണദിനം. ചോതി നക്ഷത്രം. കർമ്മമേഖലയിൽ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കില്ല. സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് ജോലി പൂർത്തീകരണം സാധിക്കാതെ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. സമ്മാനങ്ങളോ പുതിയ വസ്തുക്കളോ വന്നു ചേരാം. ചൊവ്വാഴ്ച ഗുണദിനം. വിശാഖം നക്ഷത്രം. ഈ ആഴ്ച വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാകും. സമ്മാനങ്ങളോ പുതിയ വസ്തുക്കളോ വന്നു ചേരും. ശത്രുക്കളായി നിന്നവർ മിത്രങ്ങളായി ഭവിക്കും. നല്ല ഭക്ഷണം, വിശ്രമം എന്നിവ പ്രതീക്ഷിക്കാം. ശനിയാഴ്ച അത്ര ഗുണദിനം അല്ല. അനിഴം നക്ഷത്രം. ശരീരത്തിൽ വ്രണങ്ങളോ മുറിവുകളോ സംഭവിക്കാൻ ഇടയുണ്ട്. മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും ഗൃഹത്തിൽ സൗഹൃദാന്തരീക്ഷം ഉണ്ടാകും. വ്യാഴം ഗുണദിനം. തൃക്കേട്ട നക്ഷത്രം. മനസ്സിനെ അലട്ടിയിരുന്ന ഭയം ഒഴിഞ്ഞു പോകും. ചെറിയ ചെറിയ രോഗങ്ങളെ കരുതിയിരിക്കണം. ബന്ധുക്കളെയോ മിത്രങ്ങളെയോ കണ്ടുമുട്ടാനിടയുണ്ട്. വെള്ളിയാഴ്ച ഗുണദിനമായിരിക്കും. മൂലം നക്ഷത്രം. നേത്രരോഗങ്ങളെയും ഉദരരോഗങ്ങളെയും കരുതിയിരിക്കണം. കുടുംബത്തിൽ വഴക്കുണ്ടാകാനുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നതിൽ നിന്ന് ഒഴിവാകണം. ധനപരമായി മെച്ചപ്പെടേണ്ട കാലമാണ്. ശനിയാഴ്ച ഗുണദിനമായിരിക്കും. പൂരാടം നക്ഷത്രം. രോഗാദി ഉപദ്രവങ്ങളെ കരുതിയിരിക്കണം. യാത്രകൾ പോകാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് മാറ്റിവെക്കേണ്ടതായി വരും. പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും ഭയം തടസ്സപ്പെടുത്തും. ശനിയാഴ്ച ഗുണദിനമാണ്. ഉത്രാടം നക്ഷത്രം. ഉത്തമമായ പല വസ്തുക്കളും വാങ്ങാനോ വന്നു ചേരാനോ സാധ്യത കാണുന്നു. ശത്രുക്കൾ പൊതുവെ മാറി നിൽക്കും. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ മന്ദത അനുഭവപ്പെട്ടേക്കാം. ശനിയാഴ്ച ഗുണദിനം അല്ല. തിരുവോണം നക്ഷത്രം. പുതുവസ്ത്രങ്ങൾ ലഭിക്കാനുള്ള യോഗം കാണുന്നു. എന്നിരുന്നാലും കയ്യിലുള്ള പല വസ്തുക്കളും കൈമോശം വരാനോ നാശനഷ്ടം സംഭവിക്കാനോ ഇടയുണ്ട്. ജോലികൾ തടസ്സപ്പെടാനോ മാറ്റിവയ്ക്കാനോ പല വിഷയങ്ങളും കാരണമായിരിക്കാം. ചൊവ്വാഴ്ച ഗുണദിനമാണ്. അവിട്ടം നക്ഷത്രം. സന്താനങ്ങൾക്ക് രോഗം ഉണ്ടാകാൻ ഇടയുണ്ട്. ശത്രുക്കളെ ഭയന്ന് പല പ്രവൃത്തികളും മാറ്റിവെക്കും. പൊതുവായ പ്രവർത്തനങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നുപെടാം. ഞായറാഴ്ച ഗുണദിനം. ചതയം നക്ഷത്രം. പൊതുവേദിയിലോ ജോലിസ്ഥലത്തോ കുത്തുവാക്കുകൾ കേൾക്കാനോ അവമാനിക്കപ്പെടാനോ ഉള്ള സാധ്യത കാണുന്നു. ജോലി സംബന്ധമായോ യാത്രാ സംബന്ധമായോ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭയം തടസ്സപ്പെടുത്തും. വ്യാഴാഴ്ച ഗുണദിനമാണ്. പൂരുരുട്ടാതി നക്ഷത്രം. ഗൃഹത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പനിയോ മറ്റു അസുഖങ്ങളോ ഉണ്ടായേക്കാം. സ്ത്രീകൾക്ക് രക്തസ്രാവം പോലെയുള്ള രോഗങ്ങളെ കരുതിയിരിക്കണം. ധനപരമായി ഗുണകാലമാണ്. ബുധനാഴ്ച ഗുണദിനം. ഉത്രട്ടാതി നക്ഷത്രം. വാരാദ്യത്തിൽ പൊതുവെ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നതായി തോന്നുമെങ്കിലും ക്രമേണ അനുഭവങ്ങൾ
ഗുണകരമായി ഭവിക്കും. ധനപരമായി ഗുണമുണ്ടാകും. കർമ്മമണ്ഡലത്തിൽ ക്രമാനുഗതമായ പുരോഗതി പ്രതീക്ഷിക്കാം. വ്യാഴാഴ്ച ഗുണദിനമല്ല. രേവതി നക്ഷത്രം. ഈ ആഴ്ച കാര്യങ്ങൾക്ക് വളരെ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. വസ്തുവകകൾക്ക് നാശം സംഭവിക്കാനും സാധ്യതയുണ്ട്. മാനാഭിമാനം നഷ്ടപ്പെടുന്നതിനും ഇടയുണ്ട്. രക്തദൂഷിതമായ രോഗങ്ങളോ പനിയോ ബാധിച്ചേക്കാം. ദുർജനങ്ങളുമായി സംസർഗം വന്നു ഭവിക്കാം. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകാം. ചൊവ്വാഴ്ച ഗുണദിനം. ഈ ആഴ്ചയിലെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശദവിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.